വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് ഒക്ടോബറിലോ നവംബറിൽ ആദ്യമോ നടക്കുമെന്നാണ് നിലവിലെ സൂചന. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം മാറിക്കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഉചിതമെന്ന വിലയിരുത്തലിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് പരിഗണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയാവേശം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന UDFും തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന LDFും ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് വരികയായിരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നല്ല വിജയസാധ്യത കാണുന്ന BJPയും ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു. കെ രാധാകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന ചേലക്കര നിയമസഭാ മണ്ഡലം നിലനിർത്തുന്നതിനായി കടുത്ത മത്സരം വേണ്ടിവരുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇതിനായുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വയനാട് ദുരന്തം സംഭവിച്ചത്. താൽക്കാലിക പുനരധിവാസ നടപടികൾ തുടങ്ങിയ ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് ജോലികളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ നേതൃത്വത്തിലെ ധാരണ. അപ്പോഴേക്കും ഓണക്കാലവും പിന്നിടുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ ധാരണയിലെത്തിയത്. മണ്ഡലം ഒഴിഞ്ഞു കിടന്നാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. അതുപ്രകാരം നവംബറിന് അപ്പുറത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുക സാധ്യമല്ല. ഈ കണക്കുകൂട്ടലിൽ ചേലക്കരയിലെ സ്ഥാനാർത്ഥി ആരാണെന്നതിനെ ചൊല്ലി CPMൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ചേലക്കരയ്ക്കൊപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും അവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇടതുമുന്നണിയിൽ വലിയ ഉത്സാഹമില്ല. ജയസാധ്യത നന്നേ കുറവായതാണ് ഇതിന് കാരണം. 2016 വിജയിച്ച UR പ്രദീപാണ് ചേലക്കരയിൽ സ്വാഭാവിക സ്ഥാനാർത്ഥി. ഒരു ടേം മാത്രം MLA ആയിരുന്ന പ്രദീപ് 2021 കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിക്കാൻ എത്തിയപ്പോൾ മാറിക്കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നയാൾ UR പ്രദീപ് തന്നെയാണ്. രാധാകൃഷ്ണനെ പോലെ തന്നെ ജനസമ്മതനും ലാളിത്യമുള്ള നേതാവുമായ പ്രദീപിനെ കുറിച്ച് മറ്റു ദോഷങ്ങളൊന്നും തന്നെ പറയാനുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സീറ്റ് മോഹിച്ച് മറ്റ് പലരും കളത്തിലുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ AK ബാലന്റെ ഭാര്യ PK ജമീലയാണ് അതിലൊന്ന്. UDF സ്ഥാനാർത്ഥി വനിതയാണ് എന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ നീക്കം. തൃശൂർ ജില്ലയിൽ നിന്നുള്ള മറ്റ് ചില നേതാക്കളും സീറ്റിനായി കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും PK ജമീലയുടെ പേര് ഉയർന്നു വന്നിരുന്നതാണ്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട്, തരൂർ എന്നീ സീറ്റുകളിലേക്കാണ് അന്ന് ജമീലയുടെ പേര് ഉയർന്നു വന്നത്. എന്നാൽ AK ബാലന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നതിനെതിരെ പാലക്കാട്ടെ പാർട്ടിയിൽ ശക്തമായ വികാരമാണ് ഉയർന്നു വന്നത്. പ്രതിഷേധം പരസ്യമാകുമെന്ന് വന്നതോടെയാണ് ജമീലയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പിന്തിരിഞ്ഞത്. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ചേലക്കരയിൽ സാഹസിക നീക്കത്തിന് നേതൃത്വം തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ UR പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. പാലക്കാട്, തൃശൂർ ജില്ലകളിലേക്ക് കിടക്കുന്ന ചേലക്കര മണ്ഡലത്തിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും തൃശൂർ ജില്ലയിലാണ്. അതും UR പ്രദീപിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ LDFന് വലിയ സാധ്യതകളില്ലാത്ത മണ്ഡലമാണ്. 2006 KK ദിവാകരൻ വിജയിച്ച ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഷാഫി പറമ്പിലിന്റെ വരവോടെയാണ് ഇടതുമുന്നണിക്ക് പാലക്കാട് അടിപതറിയത്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ചുവടുമാറ്റിയതോടെ പാലക്കാട് മുന്നണിക്ക് വിജയസാധ്യത തെളിഞ്ഞുവെന്ന് കരുതുന്ന ഇടത് നേതാക്കളുമുണ്ട്. ഷാഫിക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായി വന്നാൽ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ പ്രതീക്ഷ. കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഷാഫിക്ക് ലഭിക്കുന്ന വോട്ട് രാഹുലിന് ലഭിക്കാൻ സാധ്യതയില്ല എന്നും CPM നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കളടക്കം എല്ലാവരും കേന്ദ്രീകരിക്കുന്നതോടെ മത്സരം മുറുകും. അതിനെ ഇടത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നതായാണ് സഖാക്കളുടെ വിലയിരുത്തൽ. DYFI നേതാവ് നിതിൻ കണിച്ചേരി അടക്കമുള്ള യുവ നേതാക്കളുടെ പേരുകളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി പരിഗണിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്ന് സ്ഥാനാർത്ഥികളെ പരിഗണിക്കില്ല എന്നാണ് നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പ്. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ CPIയിൽ ഇനിയും ധാരണയായിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച ആനി രാജ വീണ്ടും മത്സരിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വേണ്ടിവരും. അതിൽ പക്ഷേ CPIയുടെ തീരുമാനമായിരിക്കും ഏറ്റവും പ്രധാനം.